സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ വിനായകന്റെ വിളയാട്ടങ്ങൾ അതിരുകടക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വിനായകന്റെ വിളയാട്ടങ്ങളുടെ വീഡിയോ ഇന്ന് വൈറലാണ്. മുണ്ട് പൊക്കി കാണിക്കലും ചീത്തവിളിയുമൊക്കെ നടത്തുന്ന വിനായകന്റെ പോക്രിത്തരങ്ങൾ വിശദമായി തന്നെ നാമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇതിനു മുമ്പും പല അബദ്ധങ്ങളിലും വിനായകൻ എടുത്ത് ചാടിയിട്ടുണ്ട്. പണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളുമൊക്കെ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. ഇപ്പോഴും മുണ്ടുപൊക്കി കാണിക്കലും ചീത്തവിളിയുമൊക്കെ വിനായകൻ നടത്തുന്ന വീഡിയോകൾ നാമൊക്കെ കണ്ടു. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമെന്ന് പറയാം. കാരണം അടിവസ്ത്രം പോലും ഇയാൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മർമ്മഭാഗം ഔട്ട് ഓഫ് ഫോക്കസിലാണ് വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കരുതി കൂട്ടിയാണ് കൊണ്ട് പൊക്കി കാണിക്കലും മറ്റും എന്ന് വ്യക്തം. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പുതിയ തലമുറ ചലച്ചിത്ര നടന്മാരെയാണ് തങ്ങളുടെ മാതൃകയായി പലപ്പോഴും കാണുന്നതെന്ന് വേണം കരുതാൻ. പുതിയ തലമുറയിൽ ഒരു 50% ഞങ്ങളുടെയൊക്കെ തലമുറ ശ്രീ APJ അബ്ദുൽ കലാം സാറിനെയും രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മജിയെയും അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളിലെ വലിയ പണ്ഡിതരെയും ആത്മീയ പശ്ചാത്തലമുള്ള ഗുരുക്കന്മാരെയും സിനിമയിൽ താല്പര്യമുള്ള എന്നെ പോലുള്ളവർ ശ്രീ സത്യജിത് റേ അല്ലെങ്കിൽ ശ്രീ ജി അരവിന്ദൻ, അടൂർ തുടങ്ങിയ വലിയ ചലച്ചിത്ര പ്രവർത്തകരെയൊക്കെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ മാതൃകയായി കണ്ടിരുന്നത്. ഈ മാതൃകകളുടെ ഏഴയലത്ത് പോലും ഞങ്ങളിൽ പലരും എത്തിയില്ല എന്നുള്ളത് വിധിയുടെ വിളയാട്ടമാവാം. അത് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ പലരും സിനിമ നടന്മാരെയും സ്പോർട്സ് താരങ്ങളെയും ഒക്കെയാണ് മാതൃകയായി കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു 50% ചെറുപ്പക്കാരെങ്കിലും. അപ്പോൾ അവരുടെ വീരകൃത്യങ്ങളൊക്കെ ഈ ചെറുപ്പക്കാർ കാണുകയാണ്. അപ്പോൾ ഈ നടന്മാരും മറ്റും തങ്ങളെ ചെറുപ്പക്കാർ അനുകരിക്കുമെന്ന ബോധത്തിൽ തീർത്തും മാന്യമായി പെരുമാറേണ്ടിയിരിക്കുന്നു. എങ്കിലേ പുതിയ തലമുറയ്ക്ക് അവർ ഒരു വഴികാട്ടിയായി മാറാൻ കഴിയും. അപ്പോൾ ശ്രീ വിനായകന്റെ വിഷയമാണ് ഇവിടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ തലമുറ മഹാന്മാരെയും, അതായത് മദർ തെരേസ അല്ലെങ്കിൽ മഹാത്മജി, സ്വാമി വിവേകാനന്ദൻ, സത്യജിത് റായ് തുടങ്ങി മഹത്തുക്കളെയാണ് മാതൃകയായി കണ്ടത്. ഇവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തലമുറയിൽ വലിയൊരു വിഭാഗം ഇവരുടെയൊക്കെ ഏഴയിലെത്തിയില്ല എന്നത് മറ്റൊരു വിഷയം. അത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ തലമുതിർന്ന എഴുത്തുകാരെയൊക്കെ ഞങ്ങളുടെ തലമുറ മാതൃകയായി കണ്ടു. അന്നും ചലച്ചിത്ര താരങ്ങളോട് ഞങ്ങളുടെ തലമുറയ്ക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ഒരിക്കലും അവരെ മാതൃകയായി കണ്ടിരുന്നില്ല. ഇപ്പോൾ പുതിയ തലമുറ ചലച്ചിത്ര താരങ്ങളെയും സ്പോർട്സ് താരങ്ങളെയാണ് ഒരു ചെറിയ വിഭാഗമെങ്കിലും മാതൃകയായി കാണുന്നത്.
അപ്പോൾ അത് മനസ്സിലാക്കിയവർ ശ്രീവിനായകനെ പോലെ പോക്രിത്തരങ്ങൾ കാണിക്കാതെ ഇവർക്ക് മാതൃകയാവേണ്ടിയിരിക്കുന്നു. അതായത് അവർ സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ ശ്രീ നസീറിനെ പോലുള്ള താരങ്ങളെ ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരിക്കലും ചലച്ചിത്ര താരങ്ങൾ പഴയ തലമുറയുടെ മാതൃക ആയിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും പ്രതികരിക്കുക. ഞാൻ വീഡിയോ നിർത്തണോ തുടരണോ എന്നെൻ്റെ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.